നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, Thrissur, near bus stand, Tripprayar. ആവേശക്കൊടുമുടി തീർത്ത് പരസ്യപ്രചരണം പൊട്ടിക്കലാശിച്ചു. ബുധനാഴ്ച നിശബ്ദ പ്രചരണം, വിധിയെഴുത്ത് വ്യാഴാഴ്ച. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ ഭക്ഷ്യക്കിറ്റ് വിതരണത്തെ ചൊല്ലിയുണ്ടായ സംഘർഷത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. 10 പേർക്കെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. കൊരട്ടി മുരിങ്ങൂരിൽ സ്വകാര്യ ബസ് ദേഹത്തു കൂടി കയറി യാത്രക്കാരും മരിച്ചു. ആളെ തിരിച്ചറിഞ്ഞു. വരവൂരിൽ തെരുവുനായ ആക്രമണം. കുട്ടികൾ ഉൾപ്പെടെ 3 പേരെ കടിച്ച തെരുവുനായ ചത്തു. പനമ്പട്ട കിട്ടാനില്ലാത്തതിനെ തുടർന്ന് ഗുരുവായൂരപ്പന്റെ ആനകൾ പട്ടിണിയുടെ നിഴലിൽ. പനമ്പട്ട കൃത്യമായി എത്തിക്കുന്നതിൽ കരാറുകാരൻ വീഴ്ച വരുത്തിയതായി ആക്ഷേപം. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണത്തിന് കൊടിയിറങ്ങി. 23 ദിവസം നീണ്ട പരസ്യപ്രചരണത്തിനാണ് പരിസമാപ്തിയായത്. ജില്ലയിലെ 13 മണ്ഡല കേന്ദ്രങ്ങളിലും ആവേശമേളപ്പെരുക്കം തീർത്തായിരുന്നു കൊട്ടിക്കലാശം. വിവിധയിടങ്ങളിൽ നിന്ന് ഇരുചക്രവാഹന റാലികളായി എത്തി മണ്ഡലസിരാ കേന്ദ്രത്തിൽ സംഗമിച്ചായിരുന്നു കൊട്ടിക്കലാശം. പ്രചരണ സമാപനത്തിന് കൊഴുപ്പു പകരാൻ വാദ്യമേളങ്ങളും നാടൻ കലാരൂപങ്ങളുമെല്ലാം ഒരുക്കിയിരുന്നു. സംഘർഷം ഒഴിവാക്കാൻ പോലീസും അതീവ ജാഗ്രത പുലർത്തിയിരുന്നു. ഇനി നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളാണ്. വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണം ബുധനാഴ്ച നടക്കും. വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ്. പൂരനഗരിയെ പ്രകമ്പനം കൊള്ളിച്ച് മുന്നണികൾ. ആവേശത്തിരയിളക്കം തീർത്ത തൃശൂരിൽ മുന്നണികളുടെ കുട്ടിക്കലാശം. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചൂടും ചൂരും നാടറിഞ്ഞ 3 ആഴ്ചക്കാലം. ആരോപണ പ്രത്യാരോപണങ്ങളും വാദപ്രതിവാദങ്ങളും വിവാദങ്ങളുമെല്ലാം നിറഞ്ഞ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിനാണ് നാട് സാക്ഷ്യം വഹിച്ചത്. ഈ പോരാട്ടച്ചൂട് പരസ്യപ്രചാരണത്തിന്റെ അവസാന നിമിഷം വരെ നിലനിർത്തിയാണ് മുന്നണികൾ കലാശക്കൊട്ടിനെത്തിയത്. തൃശൂരിൽ തെക്കേ ഗോപുരനടയ്ക്ക് മുൻപിൽ സ്വരാജ് റൗണ്ടിലും MO റോഡിലുമായിട്ടാണ് 3 മുന്നണികളുടെയും കൊട്ടിക്കലാശം നടന്നത്. വർണ്ണബലൂണുകളും വർണ്ണക്കടലാസുകളും വാദ്യമേളങ്ങളും പാട്ടുവണ്ടികളുമെല്ലാമായി മുന്നണികൾ നഗരം ഇളക്കിമറിച്ചു. തൃശൂരിന്റെ തനിമ വിളിച്ചോതി കാവടിയും പുലിക്കളിയും നാടൻ കലാരൂപങ്ങളും എന്തിന് വർണ്ണക്കുടയും ആലവട്ടവഞ്ചാമരവും ചെറുവെടിക്കെട്ടുൾപ്പെടെ അണിനിരന്ന മിനി പൂരം കണക്കെയായിരുന്നു സാംസ്കാരിക നഗരിയിലെ കൊട്ടിക്കലാശം. 100 കണക്കിന് പ്രവർത്തകരും അണികളും തീർത്ത ആവേശാരവത്തിൽ സ്ഥാനാർത്ഥികളും നേതാക്കളും കൂടി ചേർന്നതോടെ നഗരം അലകടലായി ആർത്തിരമ്പി. LDF UDF മുന്നണികൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിവാദ വിഷയങ്ങളിലെ പാരഡി ഗാനങ്ങൾ അവതരിപ്പിച്ചതും പ്രവർത്തകരിൽ കലാശക്കൊഴിപ്പേകി. സ്ഥാനാർത്ഥി ചിത്രവും ചിഹ്നവും പതിച്ച പ്ലക്കാർഡുകളും ടീഷർട്ടും തൊപ്പിയും വമ്പൻ കൊടികളുമെല്ലാമായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ അണിനിരുന്നതോടെ ജനാധിപത്യോത്സവത്തിന്റെ ആവേശം വാനോളമുയർന്നു. സമയം 6 മണിയായതോടെ ശബ്ദപ്രചാരണത്തിനും പര്യവസാനമായി. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ കനത്ത പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തിയിരുന്നു. വീറും വാശിയും നിറഞ്ഞ 3 ആഴ്ച നീണ്ടുനിന്ന പരസ്യപ്രചരണത്തിന് കൊട്ടിക്കലാശമായി. ഇനിയുള്ള മണിക്കൂറുകൾ നിശബ്ദ പ്രചരണത്തിൻ്റേത്. മറ്റന്നാൾ ജനം വിധി എഴുതും. ക്യാമറമാൻമാരായ കൃഷ്ണകുമാർ കെ മലയിലിനും സിബി പോട്ടൂരിനുമൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. മാളയിൽ നടന്ന കൊട്ടിക്കലാശത്തിൽ LDF സ്ഥാനാർത്ഥി VR സുനിൽകുമാർ, UDF സ്ഥാനാർത്ഥി OJ ജനീഷ്, NDA സ്ഥാനാർത്ഥി ഡോക്ടർ വർഗീസ് ജോർജ് എന്നിവർ പങ്കെടുത്തു. മുന്നണി പ്രവർത്തകർ ഇടകലരാതെ പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. കൊട്ടിക്കലാശത്തിനിടെ തിരുവില്ലാമലയിൽ UDF LDF സംഘർഷം. പ്രവർത്തകർ പരസ്പരം കല്ലെറിഞ്ഞു. UDFനായി വാദ്യമേളം അവതരിപ്പിച്ച സംഘത്തിലുണ്ടായിരുന്ന അക്ഷയ് എന്ന യുവാവിന് പരിക്കേറ്റു. പഴയന്നൂർ പോലീസ് ഇടപെട്ട് രംഗം ശാന്തമാക്കി.
ഇരിങ്ങാലക്കുടയിൽ കൊട്ടിക്കലാശം വർണ്ണാഭമാക്കി 3 മുന്നണികളും LDF സ്ഥാനാർത്ഥി ആർ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ പ്രകടനം നടത്തി. പ്രകടനം നഗരം ചുറ്റി ആൽത്തറയിൽ സമാപിച്ചു. UDF സ്ഥാനാർത്ഥി തോമസ് ഉണ്ണിയാടൻ പ്രവർത്തകരുടെ അകമ്പടിയോടെ ഠാണാവിലെത്തി കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തു. NDA സ്ഥാനാർത്ഥി സന്തോഷ് ചെറാക്കുളത്തിന്റെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പ്രവർത്തകർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കൊട്ടിക്കലാശം നടത്തി. കൊടകരയിൽ നടന്ന കൊട്ടിക്കലാശം ആവേശമായി. പാർട്ടി പതാകകളും വർണ്ണ ബലൂണുകളും പട്ടുകുടകളും വാദ്യമേളങ്ങളുമായി പ്രവർത്തകർ ടൌണിൽ അണിനിരന്നു. മുൻകൂട്ടി അനുവദിച്ചിരുന്ന സ്ഥലത്താണ് മുന്നണി പ്രവർത്തകർ അണിനിരന്നത്. ആവേശം അതിരുവിടാതിരിക്കാൻ പോലീസ് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ചെറുതുരുത്തിയിൽ പരസ്യപ്രചരണത്തിന് ആവേശം നിറഞ്ഞ സമാപനം. CPM ഓഫീസ് പരിസരത്ത് നിന്ന് തുടങ്ങിയ LDFന്റെ പ്രകടനം പോലീസ് സ്റ്റേഷന് സമീപം അവസാനിച്ചു. ചെറുതുരുത്തി സ്കൂൾ പരിസരത്ത് നിന്നാണ് UDF പ്രവർത്തകർ പ്രകടനമായി പോലീസ് സ്റ്റേഷന് സമീപം എത്തി കൊട്ടിക്കലാശം നടത്തിയത്. കോഴിമാംപറമ്പ് ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച NDA പ്രകടനം ചെറുതുരുത്തി സെന്ററിൽ സമാപിച്ചു. അപേക്ഷിക്കുകയാണ് പ്രിയമുള്ളവരെ. UDF കുന്നംകുളം നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ പ്രചരണാർത്ഥം എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി റാലിയും കുട്ടിക്കലാശവും സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ നിന്ന് ആരംഭിച്ച റാലി കടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ മലപ്പുറം വേള. ഭക്ഷ്യസുരക്ഷാ ബോധവൽക്കരണ സന്ദേശം. ഭക്ഷ്യ ഉത്പാദനം, സംഭരണം, വിതരണം, വിൽപ്പന തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന എല്ലാ ഭക്ഷ്യ വ്യാപാര സ്ഥാപനങ്ങളും നിർബന്ധമായും FSSAI രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് കരസ്ഥമാക്കണം. പൊതുജനങ്ങൾ ഉത്സവങ്ങൾ, മേളകൾ സന്ദർശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കൃത്രിമ നിറങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന ചോക്കുമിഠായി, പഞ്ഞിമിഠായി, ലോലിപോപ്പ് എന്നിവ ഒഴിവാക്കുക. എണ്ണയിൽ തയ്യാറാക്കിയ പലഹാരങ്ങൾ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു വാങ്ങുന്നത് ഒഴിവാക്കുക. സുരക്ഷിതമായി ആഘോഷിക്കൂ. സുരക്ഷിതമായ ഭക്ഷണം തിരഞ്ഞെടുക്കൂ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, തൃശൂർ. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തയിലേക്ക്.
തൃപ്രയാറിൽ മുന്നണികൾ കൊട്ടിക്കലാശം നടത്തി. 3 മുന്നണികളും പ്രവർത്തകരുടെ വൻ പങ്കാളിത്തത്തോടെയാണ് കൊട്ടിക്കലാശത്തിനായി തൃപ്രയാർ സെന്ററിലേക്ക് എത്തിയത്. ബലൂണുകളും കൊടികളും സ്ഥാനാർത്ഥികളുടെ പ്ലക്കാർഡുകളും ഏന്തിയും താളമേളങ്ങളുടെ അകമ്പടിയോയാണ് മുന്നണികൾ പ്രവർത്തകരെ ആവേശത്തിലാക്കിയത്. ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ കൊട്ടിക്കലാശം ആവേശഭരിതമായി. ജംഗ്ഷനിലായിരുന്നു 3 സ്ഥാനാർത്ഥികളും തമ്പടിച്ച് പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകൾ തകർത്താടിയത്. റെയിൽവേ സ്റ്റേഷൻ റോഡിൽ LDFും ആനമല റോഡിൽ UDFും അണിനിരന്നു. സൌത്ത് ജംഗ്ഷൻ റോഡായിരുന്നു NDAക്ക് അനുവദിച്ചിരുന്നത്. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബിജു എസ് ചിറയത്ത്, UDFിലെ സനീഷ് കുമാർ ജോസഫ്, NDAയുടെ അഡ്വക്കേറ്റ് ചാർലി പോൾ എന്നിവർ വാഹനത്തിന് മുകളിൽ കയറി നിന്നാണ് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തത്. കൊട്ടിക്കലാശത്തിന് ശേഷം LDF UDF പ്രവർത്തകർ നഗരം ശുചീകരിച്ച് മാതൃക കാട്ടി. ആവേശത്തിന്റെ അലകടൽ തീർത്ത് ഗുരുവായൂർ മണ്ഡലം പരസ്യപ്രചരണം ചാവക്കാട് നഗരത്തിൽ കൊട്ടിക്കലാശിച്ചു. LDF, UDF, NDA മുന്നണികളും SDPI, ആം ആദ്മി പാർട്ടി എന്നിവർ നഗരത്തിൽ സംഗമിച്ചപ്പോൾ നഗരം ജനസാഗരമായി. മണത്തലെ ഭാഗത്തുനിന്ന് റോഡ് ഷോയുമായി UDFിലെ CH റഷീദും പ്രവർത്തകരും, ഏനാമാവ് റോഡിൽ നിന്ന് BJP പ്രവർത്തകരും എത്തി. BJP പ്രവർത്തകരുടെ തൊട്ടുമുന്നിൽ SDPI പ്രവർത്തകർ നിന്നത് BJP പ്രവർത്തകർക്ക് മുന്നോട്ടു പോകുവാൻ കഴിയാതിരുന്നത് നേരിയ തർക്കത്തിന് ഇടയാക്കി. തുടർന്ന് പോലീസ് ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത്. BJP സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണൻ JCBയിൽ കയറി നിന്ന് പാട്ടിനൊപ്പം നൃത്തം ചവിട്ടി പ്രവർത്തകരെ ആവേശത്തിലാക്കി. LDF, UDF മുന്നണി പ്രവർത്തകർ പാരഡി ഗാനത്തിനൊപ്പം കൊടിവീശിയും നൃത്തം ചവിട്ടിയും ആവേശ കൊടുമുടി തീർത്തു. കയ്പമംഗലത്തെ കലാശക്കൊട്ട് ആവേശക്കടലായി. 3 മുന്നണികൾക്കും 3 ഇടങ്ങളിലായിട്ടാണ് കലാശക്കൊട്ടിന് അനുമതി നൽകിയിരുന്നത്. UDFിന്റെ കലാശക്കൊട്ട് മതിലകത്തും LDFിന്റെ കലാശക്കൊട്ട് 3 പീടികയിലും NDAയുടെ കലാശക്കൊട്ട് പെരിഞ്ഞനത്തുമാണ് നടന്നത്. വാദ്യമേളങ്ങളുടെയും കാവടിയുടെയും ഗാനങ്ങളുടെയും അകമ്പടിയോടെ പ്രവർത്തകർ ആവേശച്ചുവട് വെച്ചു. ഈ റാലി എന്ന് സഹകരിച്ചാൽ മാത്രം ഇതാ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആവേശക്കൊടുമുടിയേറി പുതുക്കാട് കുട്ടിക്കലാശം. 3 മുന്നണികളും പുതുക്കാട് സെന്ററിൽ നടത്തിയ കുട്ടിക്കലാശം പ്രവർത്തകരെ ആവേശത്തിന്റെ കൊടുമുടിയിലേറ്റി. LDF സ്ഥാനാർത്ഥി KK രാമചന്ദ്രനും NDA സ്ഥാനാർത്ഥി A. നാഗേഷും ക്രെയിനിലേറിയാണ് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തത്. UDF സ്ഥാനാർത്ഥി KM ബാബുരാജ് തുറന്ന വാഹനത്തിലാണ് എത്തിയത്. വാദ്യമേളങ്ങളും കാവടിയാട്ടവും 3 മുന്നണികളും കുട്ടിക്കലാശത്തിനിറക്കിയപ്പോൾ ദേശീയപാതയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. പോലീസിനൊപ്പം പാർട്ടി നേതാക്കൾ കൂടി എത്തിയാണ് ഗതാഗതം നിയന്ത്രിച്ച് കുരുക്കിൽപ്പെട്ട വാഹനങ്ങൾ കടത്തിവിട്ടത്. വടക്കാഞ്ചേരി മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ കലാശപ്പൂരം ആവേശമായി. LDF സ്ഥാനാർത്ഥി സേവ്യർ ചിറ്റലപ്പള്ളിക്കൊപ്പം ചെങ്കൊടികളുമായി വാദ്യമേള ഘോഷങ്ങളോടെ DJ ഗാനങ്ങളുടെയും അകമ്പടിയോടെ അണിനിരന്ന പ്രവർത്തകർ നഗരത്തെ ഇളക്കിമറിച്ചു. തുറന്ന വാഹനത്തിൽ സ്ഥാനാർത്ഥിയുമായി ഓട്ടുപാറയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. UDF സ്ഥാനാർത്ഥി PN വൈശാഖിന്റെ നിരവധി പോസ്റ്ററുകളും വർണ്ണ ബലൂണുകളുമായാണ് പ്രവർത്തകർ അണിനിരന്നത്. വാദ്യമേള ഘോഷങ്ങളും DJ ഗാനങ്ങളും അകമ്പടിയായി. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു പ്രചരണ കലാശപ്പൂരെ ആവേശമായി. വാദ്യമേളങ്ങൾ അകമ്പടിയായി. വർണ്ണ ബലൂണുകളും കൊടികളും കയ്യിലേന്തിയാണ് പ്രവർത്തകരും നേതാക്കളും അണിനിരന്നത്.
തെരഞ്ഞെടുപ്പ് പ്രചരണ ചൂടിന് പരിസമാപ്തി കുറിച്ച് മണലൂർ നിയോജക മണ്ഡലത്തിലെ മുന്നണികൾ പാവർട്ടിയിൽ കൊട്ടിക്കലാശം നടത്തി. പാവർട്ടി ടൌണിനെ അക്ഷരാർത്ഥത്തിൽ ഇളക്കിമറിച്ചാണ് UDF, LDF, NDA, SDPI സ്ഥാനാർത്ഥികളുടെ പ്രചരണ കലാശക്കൊട്ട് നടന്നത്. വാദ്യമേളങ്ങളുടെയും പൂക്കാവടികളുടെയും പ്രചരണ വാഹനങ്ങളുടെയും അകമ്പടിയോടെയാണ് 3 മുന്നണി സ്ഥാനാർത്ഥികളും SDPI സ്ഥാനാർത്ഥിയും തങ്ങളുടെ ശക്തി പ്രകടനം നടത്തിയത്. സ്ഥാനാർത്ഥികൾക്ക് പിന്തുണയുമായി മുദ്രാവാക്യം വിളികളോടെ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഇരുചക്ര വാഹനങ്ങളിലും പ്രകടനമായും പാവർട്ടിയിലേക്ക് ഒഴുകിയെത്തിയത്. UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ പ്രചരണ വാഹനത്തിന് മുകളിൽ കയറി ത്രിവർണ്ണ ബലൂണുകളും കൊടികളും വീശിയത് പ്രവർത്തകർക്ക് ആവേശം പകർന്നു. LDF, NDA, SDPI സ്ഥാനാർത്ഥികളും പ്രവർത്തകരുടെ അകമ്പടിയോടെ പാവർട്ടി ടൌണിൽ എത്തി. വിവാദങ്ങളുടെ മേളപ്പെരുക്കം കണ്ട പരസ്യപ്രചരണത്തിനാണ് ജില്ലയിൽ കൊടിയിറങ്ങിയത്. സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ചയായ വിഷയങ്ങൾ വോട്ടർമാരെ ഏതൊക്കെ രീതിയിൽ സ്വാധീനിച്ചുവെന്ന് കണ്ടറിയണം. CC മുകുന്ദൻ CPI പോരിലൂടെയാണ് തെരഞ്ഞെടുപ്പ് രംഗത്തെ വിവാദങ്ങൾക്ക് വിളംബരമായത്. നാട്ടികയിലെ സ്ഥാനാർത്ഥിയായി CPI നിശ്ചയിച്ച ഗീതാഗോപിക്കെതിരെ ആരോപണ പൊരിച്ചിലിന് തീകൊളുത്തി CC മുകുന്ദൻ കമ്മ്യൂണിസ്റ്റ് തട്ടകം വിട്ടിറങ്ങി. കോൺഗ്രസ് കൈയൊഴിഞ്ഞതോടെ ചെന്നു നിൽക്കാൻ ഇടം നൽകിയത് BJP. താമര ചിഹ്നത്തിൽ മുകുന്ദൻ വോട്ട് തേടിയിറങ്ങി. ഏറെ ചർച്ചകൾക്കൊടുവിലാണ് UDFൽ സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായത്. അല്ലറ ചില്ലറ അസ്വാരസ്യങ്ങളുണ്ടായെങ്കിലും വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങാതെ UDF നേതൃത്വം കൈയടക്കം കാണിച്ചു. NDAയിൽ കൊടുങ്ങല്ലൂർ സീറ്റാണ് കീറാമുട്ടിയായത്. 2020 സീറ്റ് നൽകിയതോടെ മണ്ഡലത്തിൽ പ്രചരണം തുടങ്ങിയ B. ഗോപാലകൃഷ്ണനെ ഗുരുവായൂരിലേക്ക് മാറ്റി പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP CPM ഡീൽ ആരോപണം ജില്ലയിൽ ആദ്യമുയർന്നത് ഗുരുവായൂരിൽ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂരിൽ മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് BJPയുമായി ധാരണയുണ്ടാക്കിയെന്ന് അന്നത്തെ UDF സ്ഥാനാർത്ഥിയായിരുന്ന KN ഖാദർ തന്റെ പുസ്തകത്തിലൂടെ ആരോപിച്ചു. തുടർന്നിങ്ങോട്ട് ഡീൽ ആരോപണങ്ങളുടെ പ്രതിധ്വനി പല മണ്ഡലങ്ങളിലും ഉയർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8 കോടി വാങ്ങി സുരേഷ് ഗോപിയുമായി ഡീലുണ്ടാക്കിയ TN പ്രതാപൻ വോട്ട് മറിച്ചു എന്നാരോപിച്ചത് കോൺഗ്രസ് പ്രാദേശിക നേതാവാണ്. കയ്യോടെ നിയമ നടപടി സ്വീകരിച്ച് പ്രതാപൻ പ്രതിരോധം തീർത്തു. ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശങ്ങളെ ചൊല്ലിയുള്ള ചർച്ചകൾ സംസ്ഥാന തലം വരെ നീണ്ടു. വർഗീയ ചേരിതിരിവുണ്ടാക്കുന്നുവെന്ന് കാണിച്ച് ഗോപാലകൃഷ്ണനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും പോലീസിൽ കേസുമൊക്കെയായി നടപടികൾ തുടരുകയാണ്. തൃശൂരിലെ UDF സ്ഥാനാർത്ഥി രാജൻ പല്ലനെതിരെയും LDFന്റെ പരാതി ഉയർന്നു. നഗരത്തിൽ LDF ഭരണസമിതി നടപ്പിലാക്കിയ വികസന നേട്ടങ്ങൾ തന്റെ പേരിലാക്കി പ്രചരിപ്പിക്കുന്നുവെന്നായിരുന്നു മുൻ മേയർ കൂടിയായ രാജൻ പല്ലനെതിരായ പരാതി. എന്നാൽ താൻ നടത്തിയ പ്രവർത്തനങ്ങൾ വിശദീകരിച്ച് രാജൻ പല്ലനും മറുപടി നൽകി. പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ CC മുകുന്ദന്റെ പേഴ്സണൽ അസിസ്റ്റന്റായിരുന്ന അസർ മജീദ് അറസ്റ്റിലായി. ഗീതാഗോപിക്കെതിരെ ജാതി അധിക്ഷേപം നിറഞ്ഞ സൈബർ പ്രചരണം നടത്തിയെന്ന കേസിലായിരുന്നു നടപടി. പ്രചാരണം അവസാന ലാപ്പിലെത്തിയപ്പോഴാണ് വോട്ടിന് കിറ്റ് ആരോപണം കളം നിറഞ്ഞത്. ഒളരിയിലും വാടാനപ്പള്ളിയിലും വോട്ടർമാർക്ക് നൽകാൻ BJP കിറ്റുകൾ തയ്യാറാക്കിയെന്ന ആരോപണത്തിൽ സംഘർഷവും പോലീസ് കേസുമായി രംഗം കൊഴുത്തു. ഇങ്ങനെ വിവാദങ്ങളുടെ വിത്തെറിഞ്ഞ തെരഞ്ഞെടുപ്പ് നിലത്ത് ആര് വിജയം കൊയ്തെടുക്കുമെന്ന് കാത്തിരുന്നു കാണാം. ന്യൂസ് ഡെസ്ക് TCV. ഇടവേള. കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം, ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. കണിക്കൊന്നയും കണിവെള്ളരിയും ഒരുക്കി ഒരു വിഷുദിനം കൂടി വരവായി. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ വിഷുദിനാശംസകൾ. കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം, ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തയിലേക്ക്. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ ഭക്ഷ്യക്കിറ്റ് വിതരണത്തെ ചൊല്ലിയുണ്ടായ സംഘർഷത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. തിങ്കളാഴ്ച രാത്രി എടവിലങ്ങ്
അടിപ്പൊളി നഗർ കിഴക്ക് വശത്തായിരുന്നു സംഭവം. PKS സൂപ്പർമാർക്കറ്റിൽ ഭക്ഷ്യധാന്യ കിറ്റുകൾ തയ്യാറാക്കുന്നത് NDA സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയാണെന്ന ആരോപണവുമായി LDF രംഗത്ത് വന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഇതേ ചൊല്ലി ആരോപണം ഉയരുകയും പോലീസ് പ്രശ്നം പരിഹരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വിഷയത്തെ ചൊല്ലി വീണ്ടുമുണ്ടായ തർക്കം സംഘട്ടനത്തിൽ കലാശിക്കുകയായിരുന്നു. സംഘർഷത്തിൽ പരിക്കേറ്റ സ്ഥാപന ഉടമ സനീഷ്, സഹോദരങ്ങളായ സജീഷ്, സരീഷ്, അമ്മ ഈശ്വരി എന്നിവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പരിക്കേറ്റ DYFI നേതാവ് വിനിൽദാസ് അമീർ കൊടുങ്ങല്ലൂർ മെഡിക്കെയർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിഷു ആഘോഷത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിലെ സ്ഥാപനത്തിനു വേണ്ടിയാണ് കിറ്റ് ഒരുക്കിയതെന്ന് സ്ഥാപന ഉടമ സനീഷ് പോലീസിന് മൊഴി നൽകി. സംഭവവുമായി ബന്ധപ്പെട്ട് കണ്ടാലറിയാവുന്ന 10 പേർക്കെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. കൊരട്ടി മുരിങ്ങൂരിൽ സ്വകാര്യ ബസ് ദേഹത്തിലൂടെ കയറി യാത്രക്കാരി മരിച്ചു. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു സംഭവം. ഏകദേശം 50 വയസ്സ് തോന്നിക്കുന്ന സ്ത്രീയാണ് മരിച്ചത്. ചാലക്കുടിയിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് പോയിരുന്ന സെന്റ് ജോസഫ് എന്ന സ്വകാര്യ ബസ്സിലെ യാത്രക്കാരിയായിരുന്നു. മുരിങ്ങൂർ സെന്റ് ആന്റണീസ് പള്ളിക്ക് മുന്നിലുള്ള സ്റ്റോപ്പിൽ അപ്രതീക്ഷിതമായി ബസ്സിൽ നിന്നും ചാടിയിറങ്ങിയപ്പോൾ അടിയിൽ കുടുങ്ങുകയായിരുന്നു. ഇവരുടെ ദേഹത്തിലൂടെ ബസിന്റെ ചക്രങ്ങൾ കയറിയിറങ്ങി. കൊരട്ടി പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. വെളുത്ത നിറത്തിലുള്ള സ്ത്രീ മഞ്ഞ ചുരിദാറാണ് ധരിച്ചിരിക്കുന്നത്. മുരിങ്ങൂരിൽ ധ്യാനത്തിനെത്തിയതാണെന്ന് കരുതുന്നു. ഉത്രാളിക്കാവിന് സമീപം കാർ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറഞ്ഞു. അപകടത്തിൽ മണ്ണാർക്കാട് സ്വദേശികളായ ഇബ്രാഹിം, ഷഫീഖ് എന്നിവർക്ക് പരിക്കേറ്റു. അപകടത്തിന്റെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പുറത്തുവന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും മടങ്ങുകയായിരുന്ന മണ്ണാർക്കാട് അലനല്ലൂർ സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. വളവ് തിരിയുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ താഴെയുള്ള വീടിന്റെ വശത്തേക്കാണ് പതിച്ചത്. അപകടത്തെ തുടർന്ന് സമീപത്തെ വൈദ്യുതി തൂണുകളും തകർന്നു. വരവൂരിൽ തെരുവുനായ ആക്രമണം. കുട്ടികൾ ഉൾപ്പെടെ 3 പേരെ കടിച്ച തെരുവുനായ പിന്നീട് ചത്തു. കൊല്ലംകുന്ന് വീട്ടിൽ പ്രവീണിന്റെ മകൻ 9 വയസ്സുകാരനായ പ്രണവ്, കരിപ്പാടി വീട്ടിൽ കണ്ണന്റെ മകൾ 2.5 വയസ്സുകാരി നിയ, 21 വയസ്സുള്ള ഫാത്തിമ ഷിഫാന എന്നിവരെയാണ് നായ കടിച്ചത്. പ്രണവിനെയും നിയയെയും വീട്ടിൽ കയറിയും ഫാത്തിമ ഷിഫാനെ വരവൂരിൽ LP സ്കൂളിലെ ജിംനേഷ്യത്തിലും വെച്ചുമാണ് കടിച്ചത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി. പാവർട്ടിയിൽ സ്കൂൾ വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേരെയും നിരവധി വളർത്തുമൃഗങ്ങളെയും ആക്രമിച്ച തെരുവുനായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. മണ്ണുത്തി വെറ്റിനറി കോളേജിലെ പത്തോളജി വിഭാഗമാണ് പരിശോധനയ്ക്ക് ശേഷം പേവിഷബാധ സ്ഥിരീകരിച്ചത്. പൈങ്കണ്ണിയൂർ, കാക്കശ്ശേരി മേഖലകളിലാണ് തെരുവുനായ ആക്രമണമുണ്ടായത്. പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് ആൻഡോ ലിജോ അറിയിച്ചു. പനമ്പട്ട കിട്ടാനില്ലാത്തതിനെ തുടർന്ന് ഗുരുവായൂരപ്പന്റെ ആനകൾ പട്ടിണിയുടെ നിഴലിൽ. പനമ്പട്ട കൃത്യമായി എത്തിക്കുന്നതിൽ കരാറുകാരൻ വരുത്തിയ വീഴ്ചയാണ് 35 ആനകളുടെയും വയറൊട്ടാൻ കാരണമായിരിക്കുന്നത്. കഴിഞ്ഞ 10 ദിവസമായി ആനത്താവളത്തിൽ ആവശ്യത്തിന് പട്ട ലഭിക്കുന്നില്ലെന്നാണ് പരാതി. പട്ടയുടെ ലഭ്യത കുറഞ്ഞതോടെ സാധാരണ നിലയിൽ ആനകൾ ഭക്ഷിക്കാതെ ഉപേക്ഷിക്കാറുള്ള പട്ടയുടെ ഉണങ്ങിയ അവശിഷ്ടങ്ങൾ നൽകിയാണ് ആനകളുടെ വിശപ്പടക്കുന്നത്. ഇത് ആനകളുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് പാപ്പാന്മാർ. 10 ദിവസമായി തുടരുന്ന ഈ ദുരവസ്ഥയിൽ പാപ്പാന്മാർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ പനമ്പട്ടയ്ക്ക് പകരമായി ആനത്താവളത്തിൽ പുല്ലെത്തിച്ചിരുന്നു. എന്നാൽ പട്ടയേക്കാൾ ഉയർന്ന വില നൽകി വാങ്ങുന്ന പുല്ലും ആനകൾക്ക് ആശ്വാസമാകുന്നില്ല. പനമ്പട്ട എത്തിക്കാൻ കരാറെടുത്ത വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ബോധപൂർവമായ വീഴ്ചയാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ദേവസ്വം അധികൃതർ പറയുന്നത്. ആനകളുടെ പട്ടിണി മാറ്റാൻ അടിയന്തരമായി പട്ട എത്തിക്കണമെന്നാവശ്യപ്പെട്ട് ആനത്താവളം അധികൃതർ ദേവസ്വത്തിന് റിപ്പോർട്ട് നൽകി. കരാർ വ്യവസ്ഥകൾ ലംഘിക്കുകയും മിണ്ടാപ്രാണികളെ പട്ടിണിക്കിടുകയും ചെയ്ത കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും ശക്തമാണ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ കലാമണ്ഡലത്തിൽ അനധികൃത നിയമത്തിന് ശ്രമമെന്ന് പരാതി. ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PI ഷാനവാസ് പരാതി നൽകി. കേരള കലാമണ്ഡലത്തിലെ വിവിധ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാരുടെ സേവനം അവസാനിപ്പിച്ച് മാർച്ച് 31-ന് ഉത്തരവ് ഇറങ്ങിയിരുന്നു. എന്നാൽ ഏപ്രിൽ 4 മുതൽ വീണ്ടും ജോലിയിൽ പ്രവേശിക്കുന്നതിന് ഉത്തരവിറങ്ങിയതായി PI ഷാനവാസ് ആരോപിക്കുന്നു. അതേസമയം അനധികൃതമായി ഒന്നും നടന്നില്ലെന്ന് കലാമണ്ഡലം രജിസ്ട്രാർ P. രാജേഷ് കുമാർ പറഞ്ഞു. എല്ലാ വർഷവും മാർച്ച് 31-ന് ദിവസവേതനക്കാരെ പിരിച്ചുവിടുകയും ഏപ്രിൽ 1 പുതിയ നിയമന ഉത്തരവ് നൽകുകയുമാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയിലും നിയമന തസ്തികകളിലും പ്രാദേശിക സംവരണം വേണമെന്ന് NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇത്രയും കാലം ഹിന്ദു MLA ഇല്ലാത്തതുകൊണ്ടാണ് ഇതിന് കഴിയാതിരുന്നത്. ഹിന്ദു MLAയ്ക്ക് മാത്രമാണ് നോമിനേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. താൻ MLA ആയാൽ ഇത് നടപ്പിലാക്കും.
ക്ഷേത്രം ഭരിക്കുന്നതും നിയമനം ലഭിക്കുന്നതും കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവർക്കാണ്. ഈ മണ്ഡലത്തിലുള്ളവർക്ക് യാതൊരു അവകാശവുമില്ല. ഇത് അംഗീകരിക്കാൻ പറ്റില്ല. ഗുരുവായൂർ ക്ഷേത്രനഗരിയിൽ അത്യാധുനിക ആശുപത്രിയില്ല. ആന ഇടയുകയോ മറ്റ് അത്യാപത്തുകൾ സംഭവിക്കുകയോ ചെയ്താൽ തൃശൂരിലേക്ക് കൊണ്ടുപോകണം. ഇത് ദേവസ്വം ഭരണസമിതിയുടെ കഴിവുകേടാണെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. മുല്ലശ്ശേരി ബ്ലോക്ക് ആൽത്തറയിൽ സ്ഥാനാർത്ഥിക്കായി ഒരുക്കിയ രവീന്ദ്രൻ മാഷുടെ ചായക്കട ചൂടുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് വേദിയായി. ചർച്ചയിൽ കില കോർഡിനേറ്റർ ജെന്നി ജോസഫ്, AK ഹുസൈൻ, KP ആലി, മുട്ടത്ത് തോമസ്, TA പ്രവീൺ, വാസു താണവീഥി തുടങ്ങിയവർ പങ്കാളികളായി. മുല്ലശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ഷിജു, സതീഷ് നെടിയാടൻ എന്നിവരാണ് വരുന്നവർക്ക് ചായ ഉണ്ടാക്കി നൽകിയത്. ചാലക്കുടിയിൽ വീടിന്റെ ചുമരിൽ സ്ഥാനാർത്ഥിയുടെ ചിത്രം വരച്ച് കലാകാരൻ സമ്മാനം നേടി. LDF സ്ഥാനാർത്ഥി ബിജു S ചിറയത്തിന്റെ ചിത്രം വരച്ച സേതുമാധവന് പ്രവാസി മലയാളിയാണ് 1 ലക്ഷം രൂപ സമ്മാനമായി നൽകിയത്. പ്രശസ്ത കവി ഡോക്ടർ സോബിൻ മഴവീടൻ ചെക്ക് കൈമാറി. നഗരസഭാ കൌൺസിലർ നിതിൻ പുല്ലൻ ചടങ്ങിൽ സംബന്ധിച്ചു. നാട്ടിക മണ്ഡലം LDF കമ്മിറ്റി തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ അറിയുന്നതിനും നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനുമായി മൊബൈൽ ആപ്പ് നിർമ്മിക്കും. മുനയം റെഗുലേറ്റർ കം ബ്രിഡ്ജ് യാഥാർത്ഥ്യമാക്കും. അത്ലറ്റിക് അക്കാദമി സ്ഥാപിക്കും തുടങ്ങിയവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജന് നൽകി പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. KP സന്ദീപ്, AS ദിനകരൻ, TR രമേഷ് കുമാർ, KK ജോബി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. KP വത്സലൻ രക്തസാക്ഷി ഫണ്ട് വീണ്ടും വിവാദമുന്നയിച്ച് DCC സെക്രട്ടറി C ഗോപപ്രതാപൻ രംഗത്ത്. കൊല്ലപ്പെട്ട KP വത്സലന്റെ മകൻ പറഞ്ഞ വീഡിയോ ഓഡിയോ ക്ലിപ്പുകൾ ഗോപപ്രതാപൻ പുറത്തുവിട്ടു. കഴിഞ്ഞ ദിവസമാണ് പൊതുയോഗത്തിൽ ഗോപപ്രതാപൻ ഈ വിവാദവുമായി രംഗത്തെത്തിയത്. 75 ലക്ഷം പിരിച്ചുവെന്നും 35 ലക്ഷം മാത്രമാണ് കുടുംബത്തിന് നൽകിയതെന്നും ഗോപപ്രതാപൻ ആരോപണം ഉന്നയിച്ചിരുന്നു. ഞാൻ അനുഭവിച്ചത് എനിക്ക് ഒരു സമൂഹത്തിനോട് വിളിച്ചു പറയാം. കാരണം എന്റെ അച്ഛൻ ഒരു മുനിസിപ്പൽ ചെയർമാനായിരിക്കും മരിച്ചൊരു വ്യക്തിയാണ്. ആ ആളുടെ മകനാണ്. എന്റെ അവസ്ഥ എങ്ങനെയാണെങ്കില് ഒരുപാട് ഇപ്പൊ രാഷ്ട്രീയം നോക്കണ്ട, ഓരോ കുടുംബങ്ങൾ ഇപ്പൊ രക്തസാക്ഷികളുണ്ട്. അവരുടെ മക്കളെ ഇതിനേക്കാൾ പരിചാരവസ്ഥ. ഇവരുടെ ഈ രക്തസാക്ഷി കച്ചവടം ഉണ്ടല്ലോ, കാശിട്ടുള്ള പരിപാടി, അത് എനിക്ക് വിളിച്ച് പറഞ്ഞു. അത് അവസാനിപ്പിക്കാനുള്ള ധൈര്യം എനിക്കില്ല. ഞാൻ പറഞ്ഞത് അവസാനിക്കുന്ന കാര്യമല്ല. പക്ഷെ അത് എനിക്ക് വിളിച്ചു പറഞ്ഞു. അത് ഇന്നുവരെ എല്ലാവരും വിഷമത്തിലാണ്, വളരെയധികം വിഷമത്തിലാണ്. പക്ഷെ അവർക്കൊന്നും അത് പറയാനുള്ള ധൈര്യമില്ല. എനിക്ക് പറയാനുള്ള ധൈര്യമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ കൾട്ട് സ്വഭാവമുള്ള ഒരു പാർട്ടിയാണ് CPI. അപ്പൊ ചാവക്കാട് നഗരസഭാ ചെയർമാനായിരിക്കെ കൊല്ലപ്പെട്ട KP വത്സലന്റെ പേരിലുള്ള ഫണ്ടുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പുതിയ കഥകളുണ്ടാക്കി വത്സലന്റെ മകൻ നിരഞ്ജനെ വേട്ടയാടുകയാണെന്ന് LDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. രക്തസാക്ഷി ഫണ്ടിനത്തിൽ പാർട്ടി സ്വരൂപിച്ച തുക 20 വർഷം മുമ്പ് ബാങ്കിൽ നിക്ഷേപിച്ചതാണ്. പിന്നീട് ഈ തുക ഫാംഫെഡ് എന്ന സഹകരണ സംഘത്തിൽ നിരഞ്ജൻ നിക്ഷേപിക്കുകയാണുണ്ടായത്. അത് പിന്നീട് തട്ടിപ്പു സംഘമാണെന്ന് തെളിയുകയും പണം തിരിച്ചു കിട്ടാത്ത സ്ഥിതിയുമുണ്ടായി. പണം തിരിച്ചു വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് ഫാംഫെഡുമായി ബന്ധപ്പെട്ട് മറ്റ് രാഷ്ട്രീയ കക്ഷി നേതാക്കളാണ് നിരഞ്ജനെ സമീപിച്ചത്. നിരഞ്ജന്റെ നിസ്സഹായാവസ്ഥ പോലും ദുരുപയോഗം ചെയ്ത് UDF സ്ഥാനാർത്ഥിക്ക് സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടി നടത്തിയ നീക്കങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്. മണലൂരിൽ TN പ്രതാപന്റെ വോട്ട് കച്ചവടം കോൺഗ്രസ് BJP ഡീലിന്റെ പരസ്യമായ തെളിവാണ്. UDF സ്ഥാനാർത്ഥിയുടെ പരാജയം കോൺഗ്രസ് പ്രഖ്യാപിച്ചതിന് തുല്യമാണിതെന്നും നേതാക്കൾ ആരോപിച്ചു. LDF നേതാക്കളായ C സുമേഷ്, TT ശിവദാസൻ, MA ഹാരിസ് ബാബു, PK രാജേശ്വരൻ എന്നിവർ പങ്കെടുത്തു. കുറുക്കഞ്ചേരി മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള സംസ്ഥാന പാതയുടെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കൽ യൂണിറ്റ് ആവശ്യപ്പെട്ടു. വിഷയത്തിൽ കളക്ടർക്ക് നിവേദനം നൽകാൻ സംഘടന ഒപ്പുശേഖരണം സംഘടിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് KK ഭാഗ്യനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് സുനിൽ സൂര്യ അധ്യക്ഷത വഹിച്ചു. ഈ സമരം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇങ്ങനെ ഒരു സമരത്തിൽ പോകാൻ കാരണം ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ആളുകൾ ഈ പ്രദേശത്തുള്ള ഈ റോഡിന് കൊടുങ്ങല്ലൂർ മുതൽ കണിമംഗലം പാടം വരെ മാത്രമല്ല ഈ പ്രദേശത്തൂടെ കടന്നു പോകുന്ന ഓരോ ആളുകൾക്കുള്ള ബുദ്ധിമുട്ടാണ് ഈ റോഡിന്റെ ഈ അവസ്ഥ. ഇത് പൂർത്തിയാക്കാത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. KSTP എന്ന കമ്പനി നടത്തുന്ന ഈ ഒരു അനീതിക്കെതിരെയാണ് നമ്മൾ ഈ സമരം നടത്തുന്നത്. ഇത് ഇവിടുത്തെ വ്യാപാരികൾ ഒറ്റക്കെട്ടായിട്ട് കളക്ടർക്ക് BMRG നൽകുകയാണ്. ഈ റോഡ് പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം. അതേപോലെ തന്നെ കരാറിൽ പറഞ്ഞിട്ടുള്ള വ്യവസ്ഥകൾ പൂർണ്ണമായിട്ട് പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇന്റർനാഷണൽ റോഡാണ് കേരളത്തിലെ ഈ കൊടുങ്ങല്ലൂർ മുതൽ കുറുക്കഞ്ചേരി വരെ KSTP കൊടുത്തിട്ടുള്ളത്. ബസ് സ്റ്റോപ്പുകൾ, സ്ട്രീറ്റ് ലൈറ്റുകൾ, അതേപോലെ തന്നെ
വളരെ സിഗ്നലുകളോട് കൂടിയിട്ടുള്ള വളരെ നല്ല അതിസുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്ന റോഡാണ്. പക്ഷേ നിലവിലെ ഈ പണി 2 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞിട്ട് 4 വർഷമായിട്ടും പൂർത്തിയാക്കാതെ പകുതി അവിടെ ഇവിടെ ആയിട്ട് ഇട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് നമ്മുടെ പാലക്കൽ മേഖല നേരിടുന്ന ദുരിതം ഇവിടെ കടന്നു പോകുന്ന ഓരോ യാത്രക്കാരും അല്ലെങ്കിൽ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നാട്ടുകാർക്കും വ്യാപാരികൾക്കും എല്ലാവർക്കും അറിയാവുന്ന ഇവിടുത്തെ ദുരിതം. വ്യാപാരികൾ കടടച്ചു പോകുന്നു, അപകടത്തിൽപ്പെട്ടവര് മരണമടയുന്നു, അപകടങ്ങൾ പറ്റുന്നു. ഇതിനൊരു ശാശ്വത പരിഹാരം ഈ റോഡിന്റെ ഈ 700 മീറ്റർ റോഡ്, അതാണ് ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ദുരിതം. ഈ ദുരിതം തീർക്കാനായി സാധിച്ചില്ലെങ്കിലും നമുക്ക് പറ്റുന്ന പോലെ ഒരു ഭീമഹർജി ഇവിടുത്തെ വ്യാപാരികളും നാട്ടുകാരും എല്ലാവരും ഒപ്പിട്ടിട്ട് ഒരു ഭീമഹർജി കൊടുത്താണ് ജില്ലാ കളക്ടർക്ക്. എടത്തിരുത്തി അയ്യൻപടിയിൽ തെങ്ങൊടിഞ്ഞു വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു. കുട്ടമംഗലം അയ്യൻപടി സ്വദേശി കാവുംകീഴിൽ വീട്ടിൽ അംബികയുടെ ഓടിട്ട വീടിന് മുകളിലാണ് തെങ്ങ് വീണത്. തൊട്ടടുത്ത പറമ്പിലെ തെങ്ങാണ് ഒടിഞ്ഞു വീണത്. സംഭവസമയം വീട്ടുകാർ അകത്തുണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു. വധശ്രമക്കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ ലുക്കൌട്ട് സർക്കുലർ പ്രകാരം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും പിടികൂടി. ചന്ദ്രാപിന്നി സ്വദേശി കണ്ണമ്പുള്ളി വീട്ടിൽ വിപിനാണ് അറസ്റ്റിലായത്. 2021 എടത്തിരുത്തി സ്വദേശി കോറോട്ട് വീട്ടിൽ സുവിലാലിനെ ആക്രമിച്ച കേസിൽ ഒളിവിൽ പോയ പ്രതി പിന്നീട് വിദേശത്തേക്ക് കടക്കുകയായിരുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മുഴുവൻ അംഗങ്ങൾക്കും വിഷുക്കൈ നീട്ടം നൽകി. ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് മുതിർന്ന അംഗം പൌലോസ് കളമ്പാടന് നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് PG രഞ്ജിമോൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി TM ഉമേഷ് ബാബു, ട്രഷറർ സാബു പോക്കാക്കില്ലത്ത്, CP ഉണ്ണികൃഷ്ണൻ, ഫൌസിയ ഷാജഹാൻ എന്നിവർ സംസാരിച്ചു. മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് കൂടുതുറക്കൽ ശുശ്രൂഷ നടന്നു. ഫാദർ ജോഷി ആളൂർ കാർമ്മികത്വം വഹിച്ചു. ബുധനാഴ്ചയാണ് തിരുനാൾ. തിരുനാളിന്റെ ഭാഗമായുള്ള ഊട്ടിൽ 10,000-ലധികം പേർ പങ്കെടുക്കും. ഭക്തിനിർഭരമായ തിരുനാൾ പ്രദക്ഷിണവും നടക്കും. വികാരി ഫാദർ പ്രിൻസ് പിണ്ടിയാൻ, ജനറൽ കൺവീനർ ഡെന്നി ഡേവിഡ്, ജോയിന്റ് കൺവീനർമാരായ ജോജു ഫ്രാൻസിസ്, ബൈജു പുലിക്കോട്ടിൽ, കൈക്കാരന്മാരായ ജോസഫ് പാലയൂർ, CA മാഗി എന്നിവർ നേതൃത്വം നൽകും. കോടാലി KCCP ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിലുള്ള വേനൽത്തുമ്പി അവധിക്കാല ബാലവേദി ക്യാമ്പിന്റെ ഭാഗമായി വായനയുടെ ആവശ്യകതയും പുസ്തക പരിചയവും എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ സുഭാഷ് മൂന്നുമുറി വിഷയാവതരണം നടത്തി. കോടാലി GLP സ്കൂൾ പ്രധാന അധ്യാപിക VS ഷീല, വായനശാല വൈസ് പ്രസിഡന്റ് PB ജോഷി, ബാലവേദി കോർഡിനേറ്റർ PA രവിമ, ബാലവേദി അംഗങ്ങളായ M നകുൽ, ആരുഷി തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,735 രൂപ, പവന് 1,09,880 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ആവേശക്കൊടുമുടി തീർത്ത് പരസ്യപ്രചരണം കൊട്ടിക്കലാശിച്ചു. ബുധനാഴ്ച നിശബ്ദ പ്രചരണം, വിധിയെഴുത്ത് വ്യാഴാഴ്ച. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ ഭക്ഷ്യക്കിറ്റ് വിതരണത്തെ ചൊല്ലിയുണ്ടായ സംഘർഷത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. 10 പേർക്കെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. കൊരട്ടി മുരിങ്ങൂരിൽ സ്വകാര്യ ബസ് ദേഹത്തുകൂടെ കയറി യാത്രക്കാരി മരിച്ചു. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. വരവൂരിൽ തെരുവുനായ ആക്രമണം, കുട്ടികൾ ഉൾപ്പെടെ 3 പേരെ കടിച്ച തെരുവുനായ ചത്തു. പനമ്പട്ട കിട്ടാനില്ലാത്തതിനെ തുടർന്ന് ഗുരുവായൂരപ്പന്റെ ആനകൾ പട്ടിണിയുടെ നിഴലിൽ. പനമ്പട്ട കൃത്യമായി എത്തിക്കുന്നതിൽ കരാറുകാരൻ വീഴ്ച വരുത്തിയതായി ആക്ഷേപം.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.